So first of all, let's wait for a couple of minutes so that everybody could join the session. Okay, good afternoon. So today we will be discussing about IELTS writing question paraphrasing. നമ്മൾ രണ്ട് സെഷനിലും ഇത് തന്നെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ എങ്ങനെ റീഫ്രേസ് ചെയ്യാം, ഹൗ വി ക്യാൻ റീഫ്രേസ് എ ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ ലാസ്റ്റ് സെഷൻസിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് 6 ടെക്നിക്സ്. 6 ടെക്നിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫോർ എ ക്വിക്ക് റീക്യാപ്പ് നമുക്കത് എന്താണെന്നുള്ള ബ്രീഫായിട്ടൊന്ന് നമുക്ക് നോക്കിയിട്ട് നെക്സ്റ്റിലേക്ക് പോവാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് യൂസിങ് സിനോണിംസ്. നമുക്ക് സിനോണിംസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പാരഫ്രേസ് ചെയ്യാവുന്നതാണ്. സോ ഫോർ ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സിനോണിംസ്. സിനോണിംസ് മീൻസ് ആ ഒരു സെയിം വേർഡ് മീനിങ് വരുന്ന ഡിഫറെൻറ്റ് വൊക്കാബുലറി. സെയിം മീനിങ് തന്നെ ആയിരിക്കണം അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ബട്ട് വൊക്കാബുലറി ഡിഫറെൻ്റ് ആയിരിക്കണം. സോ അങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ ആ മീനിങ് ഡിഫറൻസ് വരുന്ന, അതായത് സെയിം മീനിങ് ഉള്ള ഡിഫറെൻറ്റ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സെൻറ്റൻസിനെ പാരഫ്രേസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ചേഞ്ച് ദ ഓർഡർ ഓഫ് വേർഡ്സ്, അല്ലെങ്കിൽ ചേഞ്ച് ദ ഓർഡർ ഓഫ് സെൻറ്റൻസ് ക്ലോസ്. ആ ഒരു സെൻറ്റൻസിൽ തന്നിട്ടുള്ള ക്ലോസ്, ഒരു 2 ക്ലോസ് ഉള്ള ഒരു സെൻറ്റൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്തും അതിൻ്റെ ഒരു ഓർഡർ ചേഞ്ച് ചെയ്ത് കൊടുത്തും വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ റീഫ്രേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ചേഞ്ച് ദ ഫോം ഓഫ് വേർഡ്സ്. അതായത് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സെൻറ്റൻസിലെ ഫോംസ്, ആ ഒരു വേർബിൻ്റെ ഫോം എന്താണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. ദെൻ അതിനെ നിങ്ങൾക്ക് അഡ്ജക്റ്റീവായിട്ടോ ആഡ്വേർബായിട്ടോ കൺവേർട്ട് ചെയ്തും നിങ്ങൾക്ക് ആ ഒരു സെൻറ്റൻസിനെ റീഫ്രേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ചാൾസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് യൂസിങ് ആൻറ്റോണിംസ് ഓർ നെഗറ്റീവ്സ്. ഓൾറെഡി തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്, ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ്, അത് പോസിറ്റീവായിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിനെ നെഗറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതല്ല നെഗറ്റീവായിട്ട് തന്നിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിനെ റീഫ്രേസ് ചെയ്യാം. സോ ഫോർ ദാറ്റ് നിങ്ങൾ ആ ഒരു സെയിം ഐഡിയ തന്നെ ആയിരിക്കണം ജനറേറ്റ് ചെയ്യുന്നത്, ബട്ട് അതിനകത്തുള്ള സെൻറ്റൻസിനെ പോസിറ്റീവ് ഓർ നെഗറ്റീവിലേക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കാം. Okay, good afternoon, Anisha. And the fifth one is using phrasal verbs. സോ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, ഫ്രൈസൽ വേർബ്സ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിതിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടും ഫീൽ ചെയ്യുക. കാരണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഫ്രൈസൽ വേർബ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ ഫ്രൈസൽ വേർബ്. സോ ആസ് എ സ്റ്റാർട്ടർ, വാട്ട് ഈസ് എ ഫ്രൈസൽ വേർബ്? എന്താണ് ഫ്രൈസൽ വേർബ് എന്ന് പറയുന്നത്? നമ്മൾ ലാസ്റ്റ് സെഷനിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുന്നു. ബട്ട് എന്നാലും പലർക്കും ഡൗട്ട് കാണും എന്താണ് ഫ്രൈസൽ വേർബ് എന്നുള്ളത്. സോ ഫ്രൈസൽ വേർബ് എന്ന് പറയുന്നത് ഒരു വേർബിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ അതല്ലെങ്കിൽ ഒരു ആഡ്വേർബിനെ ആഡ് ചെയ്തുണ്ടാവുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ ഫ്രൈസൽ വേർബ് എന്ന് പറയുന്നത്. സോ ഒരു ഫ്രൈസൽ വേർബായിട്ട് കൺവേർട്ട് ആവുന്ന ടൈമിൽ അതിന് പ്രിപ്പോസിഷൻ്റെ മീനിങ്ങോ അതല്ലെങ്കിൽ വേർബിൻ്റെ മീനിങ്ങോ അല്ലെങ്കിൽ ആഡ്വേർബിൻ്റെ മീനിങ്ങോ ആയിരിക്കില്ല ഉണ്ടാവുക. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഒരു ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും അത് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ റീഫ്രേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ IELTSൻ്റെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി വരുന്ന ഫ്രൈസൽ വേർബ്സ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദിസ് ഫിഫ്ത്ത് വൺ ഇത് നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ഏബിൾ ടു ഡു ദാറ്റ് യു ക്യാൻ ബൈ ഹാർട്ട് ദ യൂസബിൾ വേർഡ്സ്, അതർവൈസ് യു ക്യാൻ സ്കിപ്പ് ദിസ് ടെക്നിക്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ അർച്ചന, ഗുഡ് ആഫ്റ്റർനൂൺ അശ്വതി. And the sixth one is change the sentence into active or passive voice. That is, if the sentence is given in active voice, you can change that into passive or the vice versa. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് ആക്റ്റീവ് വോയിസ് ആൻഡ് വാട്ട് ഈസ് പാസീവ് വോയിസ് ഓഫ് എ സെൻറ്റൻസ്. സോ വാട്ട് ഈസ് ആൻ ആക്റ്റീവ് വോയിസ്? ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ വി ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദ സബ്ജക്റ്റ്. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ പാസീവ് വോയിസ് വി ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനായിരിക്കും പാസീവ് വോയിസ് വരുമ്പോൾ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഫോർ ദാറ്റ് വി നീഡ് ടു ബേസിക്കലി ലേൺ ഹൗ വി ക്യാൻ ട്രാൻസ്ഫോം എ സെൻറ്റൻസ് ഇൻ ടു ആക്റ്റീവ് ഓർ ഹൗ വി ക്യാൻ ട്രാൻസ്ഫോം ദ പാസീവ് വോയിസ് ഇൻ ടു ആക്റ്റീവ് വോയിസ്. എങ്ങനെ ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ബേസിക്കലി പഠിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോർ ദാറ്റ് യു നീഡ് ടു ലേൺ ദ ബേസിക് ടെൻസസ് ആൻഡ് ഹൗ വി ക്യാൻ കൺവേർട്ട് ദാറ്റ്. അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി.
So if you have doubt, if you don't know how to transform this sentence into active or passive, you can ask that through the comment box. നമുക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ലൈവ് ക്ലാസ് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പോകാവുന്നതാണ്. സോ ദീസ് ആർ ദ 6 ടെക്നിക്സ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഈ 6 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു ഗൈസ്. ഓക്കെ വിൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഈ 6 ടെക്നിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ 7th one. The 7th technique is change from a clause to a phrase or vice versa. അതായത് തന്നിട്ടുള്ളതിൽ ഒരു ക്ലോസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ ഫ്രേസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുക. ഫ്രേസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ തിരിച്ച് ക്ലോസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുക. സോ നമുക്കൊരു ഡൗട്ട് വരും, വാട്ട് ഈസ് എ ക്ലോസ് അല്ലെങ്കിൽ വാട്ട് ഈസ് എ ഫ്രേസ്. നമുക്ക് എന്താണ് ക്ലോസ് അല്ലെങ്കിൽ എന്താണ് ഫ്രേസ് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ക്ലോസ് മീൻസ് ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉള്ള ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. ബട്ട് ഒരിക്കലും അതൊരു കംപ്ലീറ്റ്ലി ഫോം ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് അല്ല. ബട്ട് ആ ഒരു ടൈപ്പിനകത്ത് ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉണ്ടാകും. അത് എന്തിനെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഒരു സെൻറ്റൻസിൻ്റെ പകുതി ഒരു പോർഷനായിട്ടായിരിക്കും നിൽക്കുക. അതിൻ്റെ കണ്ടിന്യൂഷൻ ബാക്കി ഉണ്ടാവും. ബട്ട് അതിലൊരു സബ്ജക്റ്റും വേർബും ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ക്ലോസ് ആവുകയുള്ളൂ. ദെൻ നമ്മൾ ഫ്രേസ് എന്ന് പറയുമ്പം ഈ സെയിം രീതിയിൽ തന്നെ, അതായത് എന്തോ ഒരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. ബട്ട് ഇതിൽ സബ്ജക്റ്റും വേർബും ഉണ്ടാവില്ല. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റും വേർബും ഉണ്ടെങ്കിൽ അതൊരു ക്ലോസ് ആയിട്ട് ആക്ട് ചെയ്യും. അതില്ല എന്നൊരു സീനാണ് നമുക്കുള്ളതെങ്കിൽ അതൊരു ഫ്രേസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇത് എന്താണ് എന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലോസിലേക്കും ഫ്രേസിലേക്കും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ യു നീഡ് ടു ലേൺ വാട്ട് ഈസ് എ ക്ലോസ് ആൻഡ് വാട്ട് ഈസ് എ ഫ്രേസ്. യു നീഡ് ടു ലേൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്ലോസ് ആൻഡ് എ ഫ്രേസ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ അഖില, സന്തോഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും എന്താണ് പറയുന്നതെന്നുള്ളത്. സോ ഹിയർ ഈസ് ദ ഒറിജിനൽ സെൻറ്റൻസ്. ദ റെസ്റ്റോറൻറ്റ് അക്രോസ് ദ സ്ട്രീറ്റ് ഈസ് ന്യൂ. സോ നമ്മളൊരു സെൻറ്റൻസിൽ പറഞ്ഞേക്കുവാണ് ആ എക്രോസ് ആയിട്ട്, സ്ട്രീറ്റിന് എക്രോസ് ആയിട്ടുള്ള ആ ഒരു റെസ്റ്റോറൻറ്റ് പുതിയതാണ്. സോ വി ഹാവ് യൂസ്ഡ് എ ക്ലോസ് ഇൻ ദാറ്റ് എ ഫ്രേസ് ഇൻ ദാറ്റ് സെൻറ്റൻസ്. ഒരു ഫ്രേസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനെ ഇനി ഒരു ക്ലോസിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റാം എന്നുള്ളത് നോക്കാം. സോ ഈ ഒരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു സബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനൊരു ഫ്രേസ് എന്ന് പറഞ്ഞത്. സോ വി ക്യാൻ ട്രാൻസ്ഫോം ദാറ്റ് ഇൻറ്റു ദ റെസ്റ്റോറൻറ്റ് ദാറ്റ് ഈസ്. നമ്മൾ അവിടെ ഒരു സബ്ജക്റ്റിനെ ആഡ് ചെയ്ത് കൊടുത്തു. ദ റെസ്റ്റോറൻറ്റ് ദാറ്റ് ഈസ് അക്രോസ് ദ സ്ട്രീറ്റ് ഈസ് ന്യൂ. സോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഫ്രേസിനെ നമ്മൾ ക്ലോസിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുത്തു. ബൈ ദിസ് മെത്തേഡ് യു ക്യാൻ ട്രാൻസ്ഫോം യുവർ സെൻറ്റൻസ്. യു ക്യാൻ പാരഫ്രേസ് യുവർ സെൻറ്റൻസ് ഇൻ യുവർ IELTS റൈറ്റിംഗ്. സോ ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കുക. ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രേസ് എന്ന് പറയുമ്പോൾ അതിലൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വേർബ് ഡയറക്റ്റായിട്ട് ഉണ്ടാവില്ല. ബട്ട് ഇൻ എ ക്ലോസ് ദർ ഈസ് എ സബ്ജക്റ്റ് ആൻഡ് എ വേർബ്. സോ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രേസിനെ നിങ്ങൾക്ക് ക്ലോസിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ആഡ് എ സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റിനെ ആഡ് ചെയ്താൽ മതി. സോ ഏറ്റവും ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദാറ്റ് അല്ലെങ്കിൽ വിച്ച് ഇങ്ങനത്തെ കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ഓക്സിലറിയും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ബേസിക്കലി നിങ്ങൾ ഒരു ഫ്രേസിനെ ക്ലോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇത്രയും ഒരു ബേസിക് ഐഡിയ മതി നമുക്ക് IELTSൽ പാരഫ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വി ഡോണ്ട് നീഡ് ദ അഡ്വാൻസ്ഡ് ഗ്രാമർ ഫോർ ദാറ്റ്. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടൊരു വെർഷൻ നിങ്ങൾ പഠിക്കണമെന്നൊന്നുമില്ല. ബേസിക് ഐഡിയ വെച്ചിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനെ പാരഫ്രേസ് ചെയ്ത് കൊടുക്കുക എന്നേ ഉള്ളൂ. I hope it's clear. If you have any doubts, you can directly ask that. And the 8th technique. 8th എന്ന് പറയുന്നത് ചേഞ്ച് ദ ട്രാൻസിഷൻസ്. തന്നിട്ടുള്ള സെൻറ്റൻസിൻ്റെ ട്രാൻസിഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. സോ അത് നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വെൻ വി ഹേർഡ് ദ വേർഡ് ട്രാൻസിഷൻ എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും അതെന്താണ് എന്നുള്ളതിൽ. ബട്ട് ഐ ഹോപ്പ് യു ഓൾ നോ ദാറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കേസ് തന്നെയാണ്. ഇൻ ദ ഒറിജിനൽ സെൻറ്റൻസ് ഇറ്റ് ഈസ് ലൈക്ക് ഓൾദോ ബോബ്സ് ഗോട്ട് എ ന്യൂ ജോബ് ഹീ സ്റ്റിൽ കംപ്ലയിൻസ്. ഒരു പുതിയ ജോലി കിട്ടിയിട്ടും ബോബ് കംപ്ലയിൻറ്റ് ചെയ്യാണ്. സോ നമ്മൾ അവിടെ ഒരു കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇത് ഒരു ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേർഡ് യൂസ് ചെയ്തു ഓൾദോ. അപ്പം നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്ത് ഒരു ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതേ മീനിങ് ഉള്ള ഡിഫറെൻറ്റ് വേർഡ്സ്, അതായത് ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്ത് ആ ഒരു ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഡിഫറെൻറ്റ് വേർഡ്സ് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ ദ ഫസ്റ്റ് വൺ ഈസ് ബോബ്സ് ഗോട്ട് എ ഗുഡ് ജോബ് ബട്ട് ഹീ സ്റ്റിൽ കംപ്ലയിൻസ്. ഒരു ജോലി കിട്ടിയിട്ടും, അതായത് നമ്മൾ ആ ഒരു ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ദെൻ അതിൻ്റെ കണക്ടറായിട്ട് ഓൾദോയെ റിമൂവ് ചെയ്ത് നമ്മൾ ബട്ട് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അതിനെ മാറ്റി കൊടുത്തു. ഗുഡ് ആഫ്റ്റർനൂൺ ഐശ്വര്യ.
സോ അതേ മീനിങ് തന്നെയാണ് ആ ഒരു സെൻറ്റൻസ് ജനറേറ്റ് ചെയ്യുന്നത്, ബട്ട് നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്ത് അതിൻ്റെ ട്രാൻസിഷൻ മാറ്റി കൊടുത്തു. ആൻഡ് ദ സെക്കൻഡ് വൺ, ബോബ് ഗോട്ട് എ ഗുഡ് ജോബ് ഹൗവർ ഹി സ്റ്റിൽ കംപ്ലൈൻസ്. സെയിം മീനിങ് തന്നെയാണുള്ളത്, നമ്മൾ അതിനെ ഒരു സെമിക്കോളൻ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ദെൻ ഹൗവർ എന്നുള്ളൊരു കണക്ടർ യൂസ് ചെയ്ത് ബാക്കി ഐഡിയ നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുത്തു. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസിഷൻ ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ പാരഫ്രൈസ് ചെയ്യാവുന്നതാണ്. And moving on to the ninth technique, combining or separating sentences. നിങ്ങൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിനെ ഒന്നെങ്കിൽ സ്മോൾ സെൻറ്റൻസസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഇഫ് യു ആർ പ്രൊവൈഡഡ് വിത്ത് സ്മോൾ സെൻറ്റൻസസ് യു ക്യാൻ കമ്പൈൻ ഇറ്റ് ടു ഫോം എ ലാർജ് സെൻറ്റൻസ്. അതർവൈസ് ഇഫ് ഇറ്റ് ഇസ് എ ലാർജ് സെൻറ്റൻസ് നിങ്ങൾക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ സെൻറ്റൻസുകളാക്കി അല്ലെങ്കിൽ കണക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്യാവുന്നതാണ്. യു ക്യാൻ കമ്പൈൻ ഓർ സെപ്പറേറ്റ് ദ സെൻറ്റൻസസ്. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. Australia is a wonderful country which has many beautiful natural landscapes and interesting history and friendly people. സോ നമ്മൾ ഓസ്ട്രേലിയ എന്നുള്ളൊരു കൺട്രിയുടെ എക്സ്പ്ലനേഷനാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ കണക്ടറായിട്ട് വിച്ച് ഹാസ് എന്നത് കണക്ടർ യൂസ് ചെയ്തു, ദെൻ അതിൻ്റെ 3 സ്പെഷ്യാലിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതായിരുന്നു നമുക്ക് തന്നിട്ടുള്ള ഒറിജിനൽ സെൻറ്റൻസ്. നമുക്കിതിനെ റീഫ്രേസ് ചെയ്യാം. നമുക്ക് കാണാം ഇതൊരു ലെങ്തി സെൻറ്റൻസ് ആണ്. സോ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ സെൻറ്റൻസുകളാക്കി മാറ്റാവുന്നതേ ഉള്ളൂ. സോ വി ക്യാൻ സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു എ സ്മോൾ സെൻറ്റൻസ്. ഫസ്റ്റ് നമ്മൾ എഴുതി ഓസ്ട്രേലിയ ഈസ് എ വണ്ടർഫുൾ കൺട്രി. അതായത് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഐഡിയ അത്രയും വെച്ച് നിർത്തി. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒറിജിനൽ സെൻറ്റൻസിൽ നോക്കുകയാണെങ്കിൽ അതിനെ വിച്ച് ഹാസ് എന്നൊരു കണക്ടർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് പോയിരിക്കുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ ആ ഒരു സെൻറ്റൻസിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തി അതിനുശേഷം നമ്മൾ ബാക്കി പറയുകയാണ് വാട്ട് ഈസ് ദ കണ്ടിന്യൂഷൻ. ഇറ്റ് ഹാസ് നമ്മൾ ആ ഓസ്ട്രേലിയ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊനൗൺ യൂസ് ചെയ്തു ഇറ്റ് ഹാസ് മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ. ആ സെയിം ഐഡിയ തന്നെയായിരുന്നു. വിച്ച് ഹാസ് എന്നുള്ളൊരു കണക്ടർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒരു പ്രൊനൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഡിഫറൻറ്റ് സെൻറ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് സെയിം ആ കാര്യം തന്നെ നമുക്ക് കണക്റ്റേഴ്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വേണമെങ്കിലും പോവാം. സോ നമ്മൾ ആദ്യം ആ ഒരു സെൻറ്റൻസിനെ അപ്പോസിറ്റീവ് സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. നമ്മൾ പ്രീവിയസ് സെഷൻസിൽ അപ്പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ഒരു ഡീറ്റെയിൽ സെഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇഫ് യു ഹാവ് ഇൻ വാച്ച് ദാറ്റ് വീഡിയോ യു ക്യാൻ വാച്ച് ദാറ്റ് ഇൻ അവർ ചാനൽ. നമ്മൾ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു അപ്പോസിഷൻ്റെ ആ ഒരു ബേസ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മളൊരു അപ്പോസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ നമ്മുടെ സബ്ജക്റ്റിനെ എഴുതി. നമ്മുടെ സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് പറഞ്ഞു, ഓസ്ട്രേലിയ. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു പുട്ട് എ കോമ. നമ്മളതിന് ശേഷം ഒരു കോമ ഇടുക. ദെൻ ആ ഓസ്ട്രേലിയ എന്താണ് എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത്. വിച്ച് ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി, അതൊരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു പുട്ട് അനദർ കോമ, ഒരു കോമയും കൂടി കൊടുക്കുക. ദാറ്റ് മീൻസ് ആ ഒരു കാര്യത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇൻ ബിറ്റ്വീൻ 2 കോമയുടെ ഇൻ ബിറ്റ്വീൻ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അതിന് ശേഷം നമ്മൾ നമ്മുടെ ഓക്സിലറി യൂസ് ചെയ്ത്, അതായത് ഓസ്ട്രേലിയ സിംഗുലർ ആയതുകൊണ്ട് അതിനുള്ള ഓക്സിലറി യൂസ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്തു, ഹാസ് വെച്ച് കണക്ട് ചെയ്തു. ഹാസ് മെനി ബ്യൂട്ടിഫുൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ആൻഡ് ഫ്രണ്ട്ലി പീപ്പിൾ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഷാലു. ഞാൻ വിചാരിക്കുന്നു ഈ അപ്പോസിറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ നമുക്ക് ആദ്യം സബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പുട്ട് എ കോമ. അതിനുശേഷം ആ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണോ അത് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു എഗെയിൻ പുട്ട് എ കോമ. ദെൻ ഒരു ഓക്സിലറി യൂസ് ചെയ്ത് നിങ്ങളുടെ സെൻറ്റൻസിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിലാണ് നമ്മൾ അപ്പോസിറ്റീവ് സെൻറ്റൻസ് റൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു ലൈവ് സെഷൻ അപ്പോസിറ്റീവ് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യു ക്യാൻ വാച്ച് ദാറ്റ് വീഡിയോ. നമുക്ക് ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. സോ ഹിയർ ആർ ദ ടെക്നിക്സ് ഫോർ IELTS ക്വസ്റ്റ്യൻ പാരഫ്രേസിംഗ്. ഈ ഇത്രയും ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിംപ്ലി ഒരു അഡ്വാൻസ്ഡ് ഗ്രാമർ ബേസ് ഇല്ലെങ്കിൽ കൂടിയും ഈ സിമ്പിൾ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് എ ക്വിക്ക് റീക്യാപ്പ്. നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് യൂസിങ് സിനോണിംസ്. നിങ്ങൾക്ക് സിനോണിംസ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് സെയിം മീനിങ് ഉള്ള ഡിഫറെൻറ്റ് വേർഡ്സ്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്യാവുന്നതാണ്. അതർവൈസ് യു ക്യാൻ ഇൻ്റർചേഞ്ച് ദ ഓർഡർ ഓഫ് ക്ലോസ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് വേർഡ്സ് ഇൻ്റർചേഞ്ച് ചെയ്തു. അതായത് 1 or 2നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ തേർഡ്
the third type is change the form of words. നിങ്ങൾക്കൊരു വേർബായിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ അഡ്ജക്റ്റീവിലേക്കോ ആഡ്വേർബിലേക്കോ മാറ്റി നിങ്ങൾക്ക് ആ ഒരു ഫോം മാറ്റിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് യൂസിങ് ആൻറ്റോണിംസ്. ദാറ്റ് മീൻസ് നെഗറ്റീവ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിനെ യു ക്യാൻ ചേഞ്ച് ദാറ്റ് ഇൻ ടു നെഗറ്റീവ് ക്ലോസ്. നെഗറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്ത് സെയിം മീനിങ് തന്നെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് യൂസിങ് എ ഫ്രേസൽ വേർബ്. ഫ്രേസൽ വേർബ് മീൻസ് ഒരു വേർബ് പ്ലസ് ഒരു പ്രിപ്പോസിഷൻ ഓർ ആൻ ആഡ്വേർബ് വരുന്നതിനാണ് നമ്മൾ ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് ആ വേർഡ്സ് ജനറേറ്റ് ചെയ്യുന്ന മീനിങ് ആയിരിക്കില്ല ഇത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഫ്രേസൽ വേർബ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈവൻ ഇഫ് യു ഡോണ്ട് ലേൺ ടു ബൈ ഹാർട്ട് ദാറ്റ്, നിങ്ങൾക്ക് അതൊരു ബൈ ഹാർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കി 8 ടെക്നിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദ 6th വൺ ഈസ് ട്രാൻസ്ഫോം ദ സെൻറ്റൻസ് ഇൻ ടു ആക്റ്റീവ് ഓർ പാസീവ്. തന്നിട്ടുള്ള സെൻറ്റൻസിനെ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്കോ അതല്ലെങ്കിൽ പാസീവിൽ നിന്ന് ആക്റ്റീവിലേക്കോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ടുഡേ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് 3 ടെക്നിക്സ്. ദ 7th വൺ ഈസ് ചേഞ്ച് എ ക്ലോസ് ഇൻ ടു എ ഫ്രേസ് ഓർ എ ഫ്രേസ് ഇൻ ടു എ ക്ലോസ്. ക്ലോസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു സബ്ജക്റ്റ് ആൻഡ് വേർബ് ഉണ്ടാവും. ബട്ട് ഫ്രേസിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല. സോ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള വേർഡിനെ ദാറ്റ് അല്ലെങ്കിൽ വിച്ച് എന്നുള്ള കണക്റ്റേഴ്സ് യൂസ് ചെയ്ത് ആ ഒരു വേർബിൻ്റെ ഫോം ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെയിം ഐഡിയ തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ദ 8th വൺ ഈസ് ചേഞ്ച് ദ ട്രാൻസിഷൻസ്. തന്നിട്ടുള്ള സെൻറ്റൻസിൽ ട്രാൻസിഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ദാറ്റ് മീൻസ് അതിൻ്റെ ക്ലോസിൻ്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യുക. അതിന് പകരമായിട്ട് സെയിം മീനിങ് വരുന്ന ഡിഫറെൻറ്റ് കണക്റ്റേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രാൻസിഷൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കമ്പൈനിങ് ഓർ സെപ്പറേറ്റിംഗ് സെൻറ്റൻസ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്മോൾ സെൻറ്റൻസസ് ആണെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്ത് ഒരു ലാർജ് സെൻറ്റൻസിലേക്കും ഈവൻ യു ആർ പ്രൊവൈഡഡ് വിത്ത് ലാർജ് സെൻറ്റൻസസ് യു ക്യാൻ ചേഞ്ച് ദാറ്റ് ഇൻ ടു സ്മോൾ സെൻറ്റൻസസ്. അതിൽ ഒരെണ്ണം ഏറ്റവും ലാസ്റ്റ് വൺ ഈസ് അപ്പോസിഷൻ. നമ്മൾ ഏറ്റവും ലാസ്റ്റിലായിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദാറ്റ്. നമ്മളത് ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വേർഷൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സിമ്പിളായിട്ട് അതെന്താണ് എന്ന് മാത്രം പറഞ്ഞങ്ങ് പോയത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്യാവുന്നതാണ്. I hope these techniques are clear for you. So you need to do regular practice. നിങ്ങൾക്ക് റെഗുലർ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾ ഈ ഒരു ടെക്നിക്സ് ഇന്ന് മുതൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ ആഡ് ചെയ്ത് പാരഫ്രൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. I hope it's clear. If you have any doubts, you can directly ask that through the comment box. Okay, I hope these techniques are clear for you. So let's see you in the next session. It is on Monday. So until then, bye. Practice well. Okay, thank you.